സർക്കാരിന്റെ 4ാം വാർഷികാഘോഷ പരിപാടികൾ തൃശ്ശൂരിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മേമ്പൊടിയായിട്ട് നമ്മുടെ സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ കൂടിയായിട്ടുള്ള ദിവ്യ എസ് അയ്യർ അവർ ഒരു പാട്ട് പാടുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. വീഡിയോ ഒക്കെ പുറത്തു വന്നത്. പരസ്പരം ചിരിക്കണം എന്നാണ് പറഞ്ഞത്. അതും ഈ സർക്കാരിന്റെ കാലത്താണ് ഇത് പാടുന്നതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് ചിരി വരുന്നുണ്ട്. കാരണം നമ്മുടെ മുഖ്യമന്ത്രി ചിരിച്ച് നമ്മളങ്ങനെ കാണാറില്ല. എന്താണ് ഇങ്ങനെ പരസ്പരം ചിരിക്കണം എന്നൊക്കെ വിളിച്ച് പറയുന്നത്? മുഖ്യമന്ത്രിയോട് പറയുകയാണോ ഇതെല്ലാം കണ്ട് നമ്മൾ ചിരിക്കണം എന്ന് പറയണം? എന്താ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്? എന്താണ് ഇതിന് പിന്നിൽ ആരൊക്കെ ഇങ്ങനെ കഠിന പ്രയത്നം നടത്തിയിട്ടുള്ളത്? പരസ്പരം ചിരിക്കണമെന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയെ കളിയാക്കുന്ന ഒരു വാക്കായിട്ട് നമുക്കിതിനെ വ്യാഖ്യാനിക്കാം. വല്ലപ്പോഴൊക്കെ ചിരിക്കാനട്ടെ, പക്ഷെ അതൊരു മാസ ചിരിയായിരിക്കും. പരസ്പരം ചിരിക്കണം എന്ന് പറയുമ്പോൾ വെറുതെ ആദർശം പറഞ്ഞ് ഇങ്ങനെ ഒരു കവിത പോലെ ആയിരിക്കാം. പരസ്പരം ചിരിക്കണം എന്നൊക്കെ പറഞ്ഞ ഒരു സ്ലോഗൻ പോലെ, വിപ്ലവഗാനം പോലെ ഇവർക്കൊക്കെ അതിനെ കഴിയുള്ളൂ. ഇങ്ങനെ വിപ്ലവം ഗാനം അല്ലെങ്കിൽ വിപ്ലവം എന്ന് പറയുന്നത്, ഈ പറയുന്ന കാര്യം ഇവരുടെ മുഖ്യമന്ത്രി ഏതെങ്കിലും ഒരു തവണ നിങ്ങൾ ചിരിക്കുന്നത് മുഖ്യമന്ത്രി ചിരിച്ച് ഞാൻ കണ്ടിട്ടില്ല. വളരെ വിരളമായിട്ടൊക്കെ അദ്ദേഹം ഞാൻ കണ്ടിട്ടില്ല. ഇന്നലെ തന്നെ സതീശനിട്ട് താങ്ങിക്കൊണ്ടാണെങ്കിലും ഒരു ചിരിയോടുകൂടിയാണ് അദ്ദേഹം. അതൊക്കെ ചിരിയാണ്, അതൊക്കെ പണി കിട്ടി എന്ന് പറയുന്ന ചിരിയല്ലേ? ഇങ്ങനെ പണി കിട്ടിയ സ്ഥലങ്ങളിലുള്ള ചിരി അദ്ദേഹം ചിരിക്കും. എങ്ങനെയെന്നറിയോ? വിഴിഞ്ഞത്ത് മകളെയും ചെറുമകനെയും ഭാര്യയെയും കൊണ്ടുപോയി മകളോടെ വിവരിക്കുന്നതൊക്കെ സമയത്ത് ചിരിക്കും. അപ്പോഴും ഒരു മനുഷ്യൻ ചിരിക്കുമ്പോൾ അയാളുടെ മുഖത്ത് ഒരല്പം പ്രകാശം ഉണ്ടാവും, പ്രസന്നതയുണ്ടാവും, വെളിച്ചമുണ്ടാവും. അത് ഞാൻ പ്രകാശം എന്ന് പറഞ്ഞു. അത് നിങ്ങൾ എപ്പോഴെങ്കിലും ഈ മുഖ്യമന്ത്രി കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. എന്താ കമ്മ്യൂണിസ്റ്റുകാർ ചിരിക്കില്ലേ? സംശയമാണ്. നായനാരൊക്കെ തമാശ പണ്ടത്തെ വീഡിയോസ് കാണുമ്പോൾ എനിക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. നായനാരെ കാണാനും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലും അദ്ദേഹത്തിന്റെ എന്താണോ എന്ന ചോദ്യവും ഒക്കെ കാണാനുള്ള ഇഷ്ടപ്പെട്ടിരുന്ന ഒരുപാട് ഉദ്യോഗസ്ഥർ പോലും ഉണ്ട്. ഉദ്യോഗസ്ഥരോ സാധാരണക്കാരെ കശുവണ്ടി തൊഴിലാളികളുടെ ഇടയിൽ ചെന്നിട്ട് എന്താണോ എന്ന് പറഞ്ഞിട്ട് പാവം അമ്മൂമ്മമാരെയൊക്കെ കവിളിൽ പിടിച്ചിങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അതിലൊക്കെ അലിഞ്ഞു തീരുക, അവർ സ്നേഹത്തോടെ അടുത്ത് പിടിക്കുകയാണ്. കരുണാകരൻ എന്ത് മനോഹരമായിട്ട് അടിച്ചിരിക്കണം എന്നറിയും. AK ആന്റണി എന്തായാലും അദ്ദേഹവും ചിരിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ പരസ്പരം ചിരിക്കണം എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് താങ്കളുടെ കൂടെ പറയുന്നതാണ്. താങ്കളുടെ പാർട്ടിയിലുള്ള തൊട്ടു കീഴിലുള്ള അല്ലെങ്കിൽ പോട്ട് താങ്കളുടെ ഓഫീസിലുള്ള ആരെങ്കിലും ഒക്കെ കണ്ടാൽ ഒന്ന് മനസ്സ് തുറന്ന് ചിരിക്കണം മുഖ്യമന്ത്രി എന്നാണ് ദിവ്യ എസ് അയ്യർ പാടിയത്. അല്ലാതെ അതിൽ വേറൊന്നുമില്ല. എന്തായാലും ഇതില് ഈ പരിപാടി, അതായത് ഈ സാംസ്കാരിക വകുപ്പിന്റെ ഭാഗമായിട്ട് ഒരു ചോദ്യോത്തരം പരിപാടിയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഈ ചോദ്യോത്തരം പരിപാടിയിൽ പങ്കെടുക്കുന്നവർക്ക്, അപ്പൊ മുഖ്യമന്ത്രിക്ക് പല കാര്യങ്ങളും അറിയില്ല, പല കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് മറ്റൊരാളാണല്ലോ. മുഖ്യമന്ത്രിക്ക് ഒരു കാര്യം ഇപ്പൊ അറിയത്തില്ല. അപ്പോ ഈ പറയുന്ന ആളുകൾക്ക് ചോദ്യവും തയ്യാറാക്കി കൊടുക്കണം, അതിനുള്ള ഉത്തരവും തയ്യാറാക്കി കൊടുക്കേണ്ട ഒരു ഉന്നതനുണ്ടായിരുന്നു. ആ ഉന്നതന്റെ ഒക്കെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. അതായത് ഒരു ഇടതുപക്ഷ ചായ്വുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു സർക്കാരിന്റെ നേരെ വരുന്ന ചോദ്യങ്ങളും അതിന് വേണ്ടുന്ന ഉത്തരങ്ങളും ഒരു മുഖ്യമന്ത്രിക്ക് വേണ്ടി തയ്യാറാക്കി കൊടുക്കുക. ഒരു ഇടതുപക്ഷ ചായ്വ് ഉണ്ടായിപ്പോയി. അതായത് ഇതിനകത്ത് ഈ സാംസ്കാരിക വകുപ്പിലെ ഉന്നതന്റെ കാര്യം അത് കറക്റ്റാണ്, അത് എഴുതി കൊടുത്തതൊക്കെ. ഇതിൽ എനിക്ക് ചോദിക്കുന്ന ഒരു കാര്യം, സിനിമ സെറ്റിട്ടതുപോലെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. സിനിമ സെറ്റിട്ട പോലെ ചെയ്യുന്നതെന്ന് പറയും. അപ്പോൾ പ്രീത ചോദിച്ച സിനിമ സെറ്റിട്ട്, അപ്പൊ നമ്മൾ ഇതിൽ വരുന്ന ഒരു അതിഭാവുകത്വം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. സിനിമ സെറ്റിട്ട് അതേപോലെ ഇരുന്ന് ഒരു സിനിമയുടെ സ്റ്റൈലിൽ ഒക്കെ എടുക്കുന്ന ഒരു അതിഭാവുകത്വം, നമ്മൾ ചില കാര്യങ്ങളിൽ ഏച്ചുകെട്ടലെന്ന് പറയും. ഇപ്പോൾ ഒരു കമ്പ് നേരെ ഇരിക്കുന്നതും ഒരു കമ്പും കൂട്ടിച്ചേർത്ത് കെട്ടുന്നതും ഏച്ച് കെട്ടിയാൽ അത് മുഴച്ചിരിക്കുമെന്ന് പറയും അല്ലേ? അതേപോലെയാണ് മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 10 കൊല്ലമായിട്ട് അദ്ദേഹത്തിന്റെ ഓഫീസിനെ ചുറ്റിപ്പറ്റി കുറേ ഈവന്റ് മാനേജ്മെന്റുകാർ. ഇതിപ്പോൾ ചോദ്യം ഉത്തരം പ്രീത പറഞ്ഞു ഒരു സാംസ്കാരിക നായകനെന്ന്. നമുക്കറിയാം അത് ഏത് സാംസ്കാരിക നായകനാണ്. അദ്ദേഹത്തോടുള്ള അവശേഷിക്കുന്ന ഒരു അല്പ ബഹുമാനം കൊണ്ട് മാത്രമാണ് പറയാത്തത്. അദ്ദേഹത്തിന്റെ കഥകൾ വായിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ നോവലുകൾ വായിച്ചിട്ടുണ്ട്. പ്രജിതയ്ക്കും ആ എഴുത്തുകാരനെ അറിയാം, എനിക്കും അറിയാം. മാക്സിമം പ്രിയപ്പെട്ട പ്രേക്ഷകർ അദ്ദേഹത്തിന് വ്യക്തിപരമായി ഹത്യ ചെയ്യേണ്ട എന്ന് കരുതിക്കൊണ്ട് മാത്രമാണ് നമ്മളത് പറയാത്തത്. അപ്പോ അദ്ദേഹത്തിന്റെ അതെ അദ്ദേഹത്തിന്റെ നിലനിൽപ്പിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഈ പറയുന്ന പോസ്റ്റിൽ അവിടെ ഇരിക്കുന്നത്. അപ്പോഴും എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. മലയാളത്തിലെ പ്രമുഖരായ നിരവധി സാഹിത്യ സാംസ്കാരിക പ്രവർത്തകർ, സച്ചിദാനന്ദൻ തുടങ്ങി നിരവധി പേർ ആശമാരുടെ സമരത്തിന് പ്രഖ്യാപനവുമായി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു വന്നു. അന്ന്
ഞങ്ങളെപ്പോലെ നമ്മളൊക്കെ വല്ലപ്പോഴും ഒക്കെ മരിച്ചിട്ടില്ല എന്നിലെ എഴുത്തുകാരൻ എന്ന് അറിയിക്കാൻ വേണ്ടി എഴുതുന്ന ഒരു പാവ എഴുത്തുകാരൊക്കെ നമ്മളൊക്കെ. നമ്മൾ നമ്മുടെ സാഹിത്യ പ്രവർത്തകരോട് ചോദിച്ചു, എന്തേ ഈ പറയുന്ന വ്യക്തി വന്നില്ല, എന്തേ വേറെയും പലരും ഉണ്ട്, ഒക്കെ നമുക്ക് വേണ്ടപ്പെട്ടവരാണ്, അതുകൊണ്ടാണ് പേര് പറയാത്തത്. മലയാളത്തിലെ പ്രമുഖരായ നിരവധി പേരുണ്ട്, നിരവധി എഴുത്തുകാർ. കുറച്ച് കാര്യം കൂടി വേണമെങ്കിൽ പറയാം. കേരള ലളിതകലാ അക്കാദമിയാണ് പരിപാടിക്ക് പണം മുടക്കിയത്. 2300 പേർക്ക് കുശാലായിട്ടുള്ള ഭക്ഷണവും ബാഗും നല്ല അടിപൊളി ബാഗ് കിട്ടും, പാഡ് കിട്ടും എഴുതാൻ. അപ്പോൾ ലളിതകലാ അക്കാദമിയുടെ ബജറ്റ് വിഹിതം എന്നത് ജനങ്ങളുടെ നികുതി പണമാണ്. തീർച്ചയായിട്ടും വെരി സിമ്പിൾ. സഖാക്കള് ഭരിക്കുമ്പോ സഖാക്കളെ ഇപ്പം പറയല്ലോ, പണ്ട് നമുക്ക് ഈ ബാഗ് ഇങ്ങനെ തൂക്കുമ്പോഴേ സ്വാഭാവികമായ ഒരു വികാരമുണ്ട്. ഇങ്ങനത്തെ അങ്ങനത്തെ ഒരു ബാഗാണ്, ജൂട്ടിന്റെ അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള കൊടുക്കുന്നതാണ്, എല്ലാവർക്കും അത് മനസ്സിലാവും. അപ്പോ ഈ പണം എടുത്തിട്ടാണ് 2300 പേർക്ക് കുശാലായിട്ടുള്ള ഭക്ഷണവും വലിയൊരു ബാഗും ഒക്കെ കൊടുത്തത്. നല്ല സാമ്പാർ, നല്ല തോരൻ, നമ്മൾ നല്ല ഒഴിച്ചുകറി, പായസം, ഇതെല്ലാം കൊടുക്കാൻ ഞാൻ നന്നായി. അതൊന്നുമില്ല, ചിക്കനൊക്കെ ഉണ്ടാവുമല്ലേ? പോവാൻ പറ്റാത്തതിലൊരു വിഷമമുണ്ട്, ഖേദിക്കുന്നു. എന്തായാലും ഇതെല്ലാം കൊടുത്തപ്പോ സാംസ്കാരിക വകുപ്പിന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു. അപ്പൊ ഈ ലളിതകലാ അക്കാദമിയുമായി ബന്ധമുള്ള ആളാണ് ഈ ഉന്നതൻ. ഈ ഉന്നതന്റെ ഒരു പ്രവൃത്തിയാണ് നമ്മളിപ്പോ പറഞ്ഞത്. അല്ല, നമ്മൾ പറഞ്ഞത് ആശാ വർക്കർമാരുടെ സമരം. സച്ചിദാനന്ദൻ വരെ വന്ന് പറഞ്ഞു, ഗവൺമെന്റ് നിങ്ങൾ ഇതൊക്കെ നോക്കണം. റോസ്മേരി, കവിയത്രി റോസ്മേരി, ഒരുപാട് പേര് നമ്മൾ അവരോട് ഫോണിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്, അറിയാമല്ലോ. അപ്പോഴത്തേക്ക് നമ്മൾ വിളിച്ച് കാര്യങ്ങളൊക്കെ. കഴിഞ്ഞ ദിവസം റഫീഖ് അഹമ്മദ് അദ്ദേഹം ഒരു കവിത എഴുതിയിട്ടുണ്ടായിരുന്നു അവർക്ക് വേണ്ടി. അതെ, പത്രത്തിൽ അത് അച്ചടിച്ച് വരികയും ചെയ്തു. ഇത് പറയുമ്പോ ഒരു കാര്യം കൂടെ പറയണം. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു കവി ഇരിപ്പുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു തൂലിക ഈ കാര്യത്തിൽ അനങ്ങില്ല എന്ന് അദ്ദേഹവും കൂടെ അറിയാൻ കൂടിയാണ് പറയുന്നത്. എഴുത്തെന്ന് പറയുന്നത്, അല്ലെങ്കിൽ കവിത എന്ന് പറയുന്നത്, കഥ എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ നൊമ്പരം കൂടെ നമ്മൾ കടലാസിൽ പകർത്തുന്നതാണ്. മനുഷ്യന്റെ വേദനകളും വിഷമങ്ങളും ആണ് നമ്മൾ എഴുതുന്നത്. അല്ലാതെ സുഖിച്ചുള്ള ജീവിതമൊന്നും ആരും, സുഖിച്ച് ജീവിക്കുന്നവർക്ക് ആർക്കും എഴുതാനൊന്നും കഴിയില്ല. അപ്പൊ പ്രഭാവർമ്മ എന്ന് പറയുന്ന കവി അവിടെ ഇരിക്കുന്ന, അദ്ദേഹം മണിമാളികയിൽ ഇരിക്കുന്നതിന് തുല്യമാണ്. അദ്ദേഹത്തിനെ കുറിച്ച് മാത്രം ഞാൻ പേരെടുത്ത് പറയുമ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് എന്തേ പറഞ്ഞെന്ന് ചോദിച്ചാൽ, ഉന്നതങ്ങളിൽ ഒരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ കാഴ്ചകളിൽ എപ്പോഴെങ്കിലും അദ്ദേഹം കാറി പോകുമ്പോഴെങ്കിലും ഈ സമരം കിടക്കുന്ന. പക്ഷെ അത് അദ്ദേഹത്തിന്റെ മാത്രമാണോ? ഇതിനു മുമ്പ് വന്നവരും പോയവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കില്ലേ? തീർച്ചയായിട്ടും അല്ല, അത് സ്ഥാനങ്ങളിൽ ഇരിക്കുമ്പോൾ. അപ്പൊ ഇതിൽ നമുക്ക് പറഞ്ഞു വെക്കാനുള്ളത്, ആശാവർക്കർമാരെ സമരം പോലും കാണാതിരുന്നവർ ഇപ്പൊ മുഖ്യമന്ത്രിക്ക് എഴുതി കൊടുത്ത് ചോദ്യങ്ങൾ. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും വർഷം 10 കൊല്ലം ഭരിച്ചു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, താങ്കൾക്ക് തന്നെ താങ്കളുടെ യുക്തിയിൽ, താങ്കളുടെ ബുദ്ധിയിൽ, താങ്കൾ ഭരിച്ചതിലെ നേട്ടങ്ങളെ കുറിച്ച് പറയാനാണെങ്കിൽ താങ്കൾക്കൊരു പറയുന്ന പ്രഭാവർമ്മയോട് പറഞ്ഞാലും പോരെ. മറ്റൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ഭരണം, ആ ഭരണത്തിന്റെ മികവ് എന്താണ് എന്നുള്ളത് ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് പ്രചാരണം വേണോ? അല്ല, മുഖ്യമന്ത്രിക്ക് അറിയില്ലേ അത് പറയാൻ? അറിയില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അതായത് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്കറിയാം, പക്ഷേ ജനങ്ങൾക്ക് മുമ്പിൽ എനിക്കിങ്ങനെ പകിട്ടോടുകൂടി നിൽക്കണം, അവരുടെ ഉള്ളിലേക്ക് എൻ്റെ മുഖം ഇങ്ങനെ പതിഞ്ഞിരിക്കണം. അപ്പോൾ 4 പാടും ഫ്ലെക്സ്, എവിടെ നോക്കിയാലും അമ്പട ഊവേ ഇത് നിറഞ്ഞു നിൽക്കും. അത് മാത്രമല്ല, അപ്പൊ സാധാരണക്കാരൻ വിചാരിക്കും, അല്ല ശരിയാണല്ലോ, മുഖ്യനാണല്ലോ ഈ പദ്ധതി പ്രഖ്യാപിച്ചതെന്നേ പറയുള്ളൂ. അപ്പോഴേക്ക് അവരുടെ ഉള്ളിൽ ഈ മുഖം നിറഞ്ഞു. ഇത് നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അതുങ്ങൾ ചിന്തിക്കുന്നില്ല. അമ്മച്ചിമാരെ പൈസയൊക്കെ മേടിച്ചോണ്ട് ചിരിക്കുന്നുണ്ട്. അതെ, ചിരിക്കുന്നത്. അത് ഈ ഭരണമൊക്കെ തദ്ദേശമൊക്കെ വരാനായപ്പോഴുള്ള പൈസ മുടങ്ങാണ്ട് ഇങ്ങനെ കിട്ടാൻ തുടങ്ങിയത്. പെൻഷൻ തന്നെ എപ്പോഴാണ് കൊണ്ടുവന്ന് കൊടുക്കണേന്നൊന്ന് നോക്കിയാൽ മതി. അല്ല, ഇതിൽ ഇപ്പൊ നമുക്ക് പറയാനുള്ളത് ഇത്തരത്തിൽ, ഇപ്പൊ നമ്മുടെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ഞാനൊരു ചെറിയ ഉദാഹരണം ചോദിക്കാം. നമ്മുടെ വീട് പോട്ട്, മുഖ്യമന്ത്രി വീട്, നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങുന്നു. ഞാൻ എന്താണ് എൻ്റെ വീട്ടിലേക്ക് ചെയ്തതെന്ന് എനിക്ക് ബോധ്യമുണ്ട്. എനിക്കിതിപ്പോ ഒരാളോട് പറയണമെങ്കിൽ തന്നെ ഞാൻ ചെയ്ത കാര്യങ്ങൾ ഇന്നതാണ്, ഇതിനാണ് ഞാൻ അങ്ങ്. മാത്രമല്ല, ഒരു ചേട്ടൻ വീട്ടിലേക്ക് എന്ത് ചെയ്തു എന്നുള്ളത് ചേച്ചി പറഞ്ഞു പോകും. ചേച്ചിയാണ് പറയേണ്ടത്. അതാവട്ടെ, ഇതിന് വേറൊരാളെ വെച്ചിട്ട്, അല്ലാണ്ട് ചേട്ടൻ പറഞ്ഞു നടന്ന അതിനൊരു പകിട്ടുണ്ടോ? ആവട്ടെ, ഞാൻ പറഞ്ഞാലും ഇല്ലെങ്കിലും അവിടെ വീട്ടിൽ ഇരിക്കുന്നവർ പറഞ്ഞോട്ടെ. പറയുമ്പോൾ അത് ഞാൻ ചെയ്ത കാര്യം
മറ്റൊരു വലിയ വിളംബരത്തിന്റെ ആവശ്യമുണ്ടോ? ഇപ്പം ഇല്ല. എന്റെ വീട്ടുകാർ പറഞ്ഞിരുന്നാലും അതിനൊരു വിളംബരത്തിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. അത് അദ്ദേഹത്തിന് തന്നെ ഒരു ചോദ്യം തയ്യാറാക്കാം. അല്ലെങ്കിൽ പോട്ടെ, അദ്ദേഹം ശമ്പളത്തിന് എത്തിയിരിക്കുന്ന ദേശാഭിമാനിയിലെ PM മനോജ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ വർമ്മ എന്ന് പറയുന്ന കവി ഉണ്ടല്ലോ, അവരെ കൊണ്ട് തയ്യാറാക്കട്ടെ. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് സംസാരം അവസാനിപ്പിക്കാം. ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ PR ഏജൻസി വന്നതിന്റെ ഫലമായിട്ടാണ് അദ്ദേഹം ഹിന്ദു പത്രത്തിൽ ഒരു അഭിമുഖം കൊടുത്തത്. അത് ഹിന്ദു പത്രമായതുകൊണ്ടും കമ്മ്യൂണിസ്റ്റ് ചായ്വുള്ള പത്രമായതുകൊണ്ടും ആണത് വെളിയിൽ വരാത്തത്. ഇപ്പോ നമുക്ക് ഒറ്റ സംശയം, അന്ന് ആണ് അദ്ദേഹം അത്തരത്തിലൊരു പരാമർശം നടത്തിയത്, അല്ലെ? ഒരു പരാമർശം അദ്ദേഹം നടത്തിയല്ലോ ഒരു മലപ്പുറത്തെ കുറിച്ച്. അതെന്ത് പുലിവാലായിരുന്നു, എന്ത് പുലിവാലായിരുന്നു? അപ്പോ അടുപ്പിക്കേണ്ടവരെ അടുപ്പിക്കും. അപ്പൊ ഞാനൊരു ചെറിയ സംശയം കൂടി ചോദിക്കാം. പ്രജിതയും ഞാനും ഒക്കെ പത്രത്തിൽ പണിയെടുത്തിരുന്നവരാണ്. നമുക്കൊരു അഭിമുഖം കൊടുക്കാൻ ഒരു PR ഏജൻസിയുടെ ആവശ്യമുണ്ടോ? അതും ഒരു മുഖ്യമന്ത്രി. നമുക്ക് വിളിച്ചില്ലെങ്കിലും അവർക്ക് പരിചയമുള്ള നമ്മുടെ ചീഫ് എഡിറ്ററോ അല്ലെങ്കിൽ ന്യൂസ് എഡിറ്ററോ അല്ലെങ്കിൽ ആരോ, സാർ അല്ലെങ്കിൽ സഖാവെ ഞങ്ങളുടെ ഒരാള് വരുവേ, ഒരു പുതിയ ആളാണേ, ഫോട്ടോഗ്രാഫർ ഉണ്ടാവും എന്ന് പറയേണ്ട ആവശ്യമില്ലുള്ളൂ. ഇതൊരു പഴയ MLA-യുടെ മകനാണ്, അതുകൊണ്ട് വഴിവിട്ട് സഹായിച്ചതാണ്. ഇത് ഏത് ലോകത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത് അവർക്ക് ചിന്തിച്ചുകൂടെ? എന്നിട്ട് എന്തായി? പുലിവാലായി. ഇപ്പൊ ഈ സാംസ്കാരിക പ്രവർത്തകന് അദ്ദേഹത്തോടുള്ള കൂറും സ്നേഹവും, എഴുത്തുകാരനാണ്, ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം എന്തെങ്കിലുമൊക്കെ അനുകമ്പയും സ്നേഹവും കൂടുതലായിരിക്കും. ചോദിക്കാൻ പറ്റാത്തതും പറയാൻ പറ്റാത്തതും ഒക്കെയുള്ള ചോദ്യങ്ങൾ ചോദിച്ച് അടുത്ത പുലിവാല് മുഖ്യമന്ത്രി പിടിക്കാൻ പോവുകയാണെന്നാണ് ഇതിന്റെ സാരാംശം.